ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. അതെ, സഞ്ജു സാംസന്റെ കിടിലൻ സെഞ്ചുറി കണ്ട മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് തെരിപ്പണമാക്കിയിരിക്കുന്നു. ടീം ഇന്ത്യ T20യിൽ വേറെ ലെവൽ പ്രകടനം തന്നെയാണ് സമീപകാലത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 61 റൺസിന്റെ കിടിലൻ വിജയമാണ് നമ്മുടെ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിയിട്ടുള്ള 203 എന്ന വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് ആകെ അടിക്കാൻ സാധിച്ചത് 141 റൺസ് മാത്രമായിരുന്നു. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു കെട്ടിയിരിക്കുന്നു ടീം ഇന്ത്യ. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി 25 റൺസ് എടുത്ത ഹെൻറി ക്ലാസനും 18 റൺസ് എടുത്ത മില്ലറും മധ്യനിരയിൽ ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താൻ ശ്രമിച്ചുവെങ്കിൽ കൂടി അവർക്കും ഒട്ടും റൺ റേറ്റ് ഉയർത്താൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. റൺസ് എടുത്ത റിക്കിൾട്ടണുമായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അല്പമെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ ആവേശ് ഖാൻ 2ഉം അർഷ്ദീപ് സിംഗ് 1 വിക്കറ്റും വീഴ്ത്തി. അതെ, ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 202 എന്ന മികച്ച സ്കോർ ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സഞ്ജു സാംസന്റെ ആ ഒരു ഗംഭീര ഇന്നിംഗ്സിന് കൈയടിച്ചേ പറ്റൂ. അതെ, ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സഞ്ജു സാംസന്റെ സെഞ്ചുറിയുടെ മികവിൽ തന്നെയാണ് മികച്ച സ്കോറിലേക്ക് എത്തിയിട്ടുള്ളത്. സഞ്ജുവിന്റെ കിടിലൻ സെഞ്ചുറിയെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു 8 ഇന്നിംഗ്സിൽ സഞ്ജു സാംസൺ കുറിച്ചിട്ടുള്ള വമ്പൻ റെക്കോർഡുകളെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ സംസാരിച്ചതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ തുടരാം. സഞ്ജു സാംസന്റെ ഗംഭീര ഇന്നിംഗ്സിനെ കുറിച്ച് പല IPL ടീമുകളും വാനോളം പ്രശംസിച്ചിരിക്കുകയാണ്. ആ ഒരു പോസ്റ്റുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാലോ, തുടർച്ചയായി ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സഞ്ജു സാംസൺ വമ്പൻ റെക്കോർഡ് കുറിച്ചൊരു ദിവസം കൂടിയായിരുന്നല്ലോ. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെ, 47 പന്തുകളിൽ 111 റൺസ് എടുത്തിട്ടുള്ള ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ആ ഒരു ഇന്നിംഗ്സിനെ കുറിച്ചും അതുപോലെ തന്നെ 50 പന്തുകളിൽ 107 റൺസ് എടുത്തിട്ടുള്ള സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഇന്നലത്തെ ആ ഒരു ഇന്നിംഗ്സിനെ കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഓൺലി ഇന്ത്യൻ പ്ലെയർ ടു സ്കോർ കൺസിക്യൂട്ടീവ് 100 ഇൻ T20. അതെ, സഞ്ജു സാംസൺ കുറിച്ചിട്ടുള്ള ആ ഒരു വമ്പൻ റെക്കോർഡിനെ സൂചിപ്പിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് സഞ്ജുവിനെ പ്രശംസിക്കുന്നു. RCBയുടെ പോസ്റ്റ് ഒരു രസകരമായിട്ടുള്ള പോസ്റ്റാണ്. ജസ്റ്റിസ് ഫോർ ബോളേഴ്സ് എന്നുള്ള ടാഗ് ലൈനോട് കൂടെ 50 പന്തുകളിൽ 107 റൺസ് എടുത്തിട്ടുള്ള സഞ്ജു സാംസന്റെ ഇന്നിംഗ്സിനെ RCB പ്രശംസിക്കുന്നു. അതെ, അതിനോടൊപ്പം അതിന് ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: നോ മേഴ്സി ഫോർ ബോളേഴ്സ്. ബോളേഴ്സിന് യാതൊരു കാരുണ്യവും സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് RCBയും ഉദ്ധരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പവർ ഓഫ് ചേട്ടൻ എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അതെ, മലയാളികളുടെ ചേട്ടനായിട്ടുള്ള സഞ്ജു സാംസൺ എന്ന രീതിയിലും അതുപോലെ തന്നെ ടൺ സെഞ്ചുറി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: സഞ്ജു ബൈ അൺസ്റ്റോപ്പബിൾ ഫ്രം ഹൈദരാബാദ് ടു ഡർബൻ. അതെ, കൃത്യമാണ് പറഞ്ഞത്. സഞ്ജു ഹൈദരാബാദിൽ നിന്നും ഡർബനിലേക്ക് വരുമ്പോഴും അതേ ആ ഒരു ഫോം തന്നെ നിലനിർത്തിക്കൊണ്ട് സെഞ്ചുറി പ്രകടനം തന്നെയാണല്ലോ നടത്തിയിട്ടുള്ളത്. അൺസ്റ്റോപ്പബിൾ സഞ്ജു സാംസൺ എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ രാജസ്ഥാൻ റോയൽസിന്റെ പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. അവർ ഇതിനോടകം തന്നെ നിരവധി പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞു. ഇനിയും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം രാജസ്ഥാൻ റോയൽസിന്റെ ഐക്കൺ സഞ്ജു സാംസൺ തന്നെയാണ്. ഏതായാലും ഇന്ത്യയുടെ മുൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യയുടെ ലെജൻസും ഒക്കെ ഇപ്പോൾ ഒരുപാട് പ്രശംസകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സഞ്ജു സാംസനെ കുറിച്ച് നമ്മുടെ യുവരാജ് സിംഗ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സഞ്ജു, യു ബ്യൂട്ടി, സച്ച് എ ട്രീറ്റ് ടു വാച്ച് ദാറ്റ് സ്ട്രോക്ക് പ്ലേ, വെരി വെൽ പ്ലേഡ് സെഞ്ചുറി എന്ന് പ്രശംസിച്ചുകൊണ്ട് യുവരാജ് സിംഗിനെ പോലെയുള്ള മുൻ ഇതിഹാസ താരങ്ങളൊക്കെ സഞ്ജു സാംസനെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഗൈസ്, എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.